നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കേവലം ഒരു അറിവല്ല, മറിച്ച് തലമുറകളായി അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു സ്പിരിച്വൽ ടെക്നോളജി ആണ്. ഈ അറിവ് ഞാൻ ഒരു പ്രത്യേക മെറ്റാഫിസിക്കൽ ഗ്രൂപ്പിൽ നിന്നാണ് പഠിച്ചത്. അവിടെയുള്ളവർ പറയുന്നത് ഇത് അവരുടെ പാരമ്പര്യമായി കിട്ടിയതാണെന്നും സഹസ്രാബ്ദങ്ങളായി ചില പ്രത്യേക കുടുംബങ്ങൾ മാത്രം പിന്തുടരുന്ന ഒന്നാണെന്നുമാണ്. എന്തിനാണ് രാത്രി ഉറങ്ങാൻ നേരം 3 നാണയങ്ങൾ നിങ്ങളുടെ തലയണയ്ക്കടിയിൽ വെക്കുന്നത്? ഇതൊരു അന്ധവിശ്വാസമോ വെറുമൊരു ആചാരമോ അല്ല. മറിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സമ്പത്തിന്റെ ഊർജ്ജത്തെ, വെൽത്ത് എനർജി ഉണർത്താനുള്ള കൃത്യമായ ഒരു വഴിയാണിത്. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക തകർച്ചകൾക്കിടയിലും ചില കുടുംബങ്ങൾ മാത്രം എങ്ങനെ ഐശ്വര്യത്തോടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് അറിയാവുന്ന, എന്നാൽ സാധാരണക്കാർക്ക് ലഭ്യമല്ലാത്ത ചില രഹസ്യങ്ങൾ ഇതിനു പിന്നിലുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ആ രഹസ്യത്തിന്റെ 7 ഘട്ടങ്ങൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇതിലൊരു ഘട്ടം പോലും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക, കാരണം ഓരോ ചെറിയ കാര്യത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്നവർക്ക് വെറും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക മാറ്റങ്ങൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇത് വെറുതെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പൂർണ്ണ വിശ്വാസത്തോടെ പ്രാവർത്തികമാക്കണം. നമ്മൾ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലോകത്ത് കാണുന്ന എല്ലാ ഭൗതിക വസ്തുക്കൾക്കും ഒരു ആത്മീയ വേരുണ്ട്, സ്പിരിച്വൽ റൂട്ട്. പണം എന്നത് കേവലം കടലാസോ ലോഹമോ അല്ല, അത് ഘനീഭവിച്ച ഒരു ഊർജ്ജമാണ്. ഈ ഊർജ്ജത്തെ എങ്ങനെ ആകർഷിക്കണമെന്ന് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് പ്രപഞ്ചത്തിലെ ഉയർന്ന തലങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുന്നു എന്നാണ്. ഈ സമയത്ത് നിങ്ങളുടെ തലയ്ക്ക് സമീപം ശരിയായ വസ്തുക്കൾ വെക്കുന്നത് ആ പ്രപഞ്ച സമൃദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. തുടരുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. ഇതുപോലുള്ള അപൂർവമായ പ്രപഞ്ച രഹസ്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഈ പിന്തുണയാണ് ഇതുപോലെയുള്ള അറിവുകൾ തിരഞ്ഞുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രേരണയാകുന്നത്. ഇനി നമുക്ക് ആ 7 ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഇത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ആ എനർജി സർക്യൂട്ട് പൂർണ്ണമാവുകയുള്ളൂ. 1-ാം ഘട്ടം, ശരിയായ നാണയങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കൃത്യം 3 നാണയങ്ങളാണ് വേണ്ടത്. 2ഓ 4ഓ ആകരുത്, 3 തന്നെ വേണം. കാരണം 3 എന്നത് പ്രപഞ്ചത്തിലെ ഒരു പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. ഈ 3 നാണയങ്ങളും ഒരേ മൂല്യമുള്ളതാകാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 3 5 രൂപ നാണയങ്ങൾ അല്ലെങ്കിൽ 3 10 രൂപ നാണയങ്ങൾ. നാണയങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. അവയിൽ നെഗറ്റീവ് ഊർജ്ജമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിക്കുക. 2-ാം ഘട്ടം, ഉദ്ദേശശുദ്ധി ഉറപ്പിക്കുക. സെറ്റ് ദി ഇന്റൻഷൻ. നാണയങ്ങൾ കയ്യിലെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം മനസ്സിൽ കാണുക. എനിക്ക് പണം വേണം എന്നതിന് പകരം എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. 1 മിനിറ്റോളം ആ ലക്ഷ്യത്തെ ദൃശ്യവൽക്കരിക്കുക, വിഷ്വലൈസ്. 3-ാം ഘട്ടം, വലതു കൈയിൽ പിടിക്കുക. ഈ 3 നാണയങ്ങളും നിങ്ങളുടെ വലതു കൈപ്പത്തിയിൽ വെച്ച് മുറുക്കി പിടിക്കുക. വലതുവശം എന്നത് സ്വീകരിക്കുന്നതിനെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ചൂട് ആ നാണയങ്ങളിലേക്ക് പടരുന്നത് അനുഭവിക്കുക. ഇപ്പോൾ ആ നാണയങ്ങൾ വെറുമൊരു ലോഹമല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന കാന്തങ്ങളാണ്. 4-ാം ഘട്ടം, ആക്ടിവേഷൻ വാക്കുകൾ പറയുക. നാണയങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പതുക്കെ ഈ വാക്കുകൾ പറയുക. പ്രപഞ്ചത്തിന്റെ അനന്തമായ ഐശ്വര്യത്തിനായി ഞാൻ എന്നെ തന്നെ തുറന്നുവെക്കുന്നു. ഈ നാണയങ്ങൾ എന്റെ തലയണയ്ക്കടിയിലിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് സമൃദ്ധിയുടെ ഊർജ്ജം എന്നിലേക്ക് ഒഴുകട്ടെ. പണം എന്നെ തേടി വരുന്നു, അവസരങ്ങൾ എന്നെ കണ്ടെത്തുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇത് പറയാൻ. 5-ാം ഘട്ടം, ത്രികോണാകൃതിയിൽ വെക്കുക. തലയണ ഉയർത്തി നാണയങ്ങൾ താഴെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ക്രമത്തിൽ വെക്കണം. ഒരു ത്രികോണാകൃതിയിൽ, ട്രയാങ്കിൾ, വേണം ഇവ വെക്കാൻ. മുകളിൽ ഒരു നാണയവും താഴെ 2 നാണയവും വരുന്ന രീതിയിൽ. ഈ ആകൃതി പ്രപഞ്ചത്തിലെ ഊർജ്ജത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ തല വരുന്ന ഭാഗത്തിന് തൊട്ടു താഴെയായിരിക്കണം ഇത്. 6-ാം ഘട്ടം, ഉറക്കത്തിലേക്ക് സ്വയം സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്ത ശേഷം പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടരുത്. ഇത് ഫലിക്കുമോ എന്ന സംശയം നിങ്ങളുടെ ഊർജ്ജത്തെ തടയും. ശാന്തമായി ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ആത്മാവ് ഈ ഊർജ്ജത്തെ സ്വീകരിക്കുന്നത്. ആ ദിവസം അസ്വസ്ഥതകളില്ലാതെ ഉറങ്ങാൻ ശ്രമിക്കുക. 7-ാം ഘട്ടം, രാവിലെ ചെയ്യേണ്ടത്. രാവിലെ ഉണരുമ്പോൾ തന്നെ ആ നാണയങ്ങൾ പുറത്തെടുക്കുക. അവയോട് നന്ദി പറയുക. ഈ നാണയങ്ങൾ ഇനി നിങ്ങൾ ചിലവാക്കാൻ പാടില്ല. ഇവ ഇപ്പോൾ ചാർജ് ചെയ്യപ്പെട്ട കാന്തങ്ങളാണ്. ഇവ ഒരു ചെറിയ കവറിലോ മറ്റോ ആക്കി നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന സ്ഥലത്തോ സൂക്ഷിക്കുക. ഇത് നിരന്തരമായി ഐശ്വര്യത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, ഇത് പരീക്ഷിച്ചു നോക്കിയ പലരും പറയുന്നത് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചു എന്നാണ്. പഴയ കടങ്ങൾ തിരികെ ലഭിക്കുകയോ പുതിയ ബിസിനസ് അവസരങ്ങൾ വരികയോ ഒക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായി പിന്തുടരുക എന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഇത് പരീക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ "ഞാൻ സമൃദ്ധിയിലേക്ക് ചുവടുവെക്കുന്നു" എന്ന് ടൈപ്പ് ചെയ്യുക.
ഇതുപോലെ മറ്റാർക്കെങ്കിലും ഈ അറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഓർക്കുക, നിങ്ങൾ അറിവ് പങ്കുവെക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നൽകും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.